റസൂലുള്ള കഅബയുടെ അടുത്ത് നിന്ന് നിസ്കരിക്കുകയാണ്. അപ്പോൾ ഖുറൈശി പ്രമുഖർ അവിടെ ഇരിക്കുന്നുണ്ട്. ഒരാൾ ചോദിച്ചു, ആ നിസ്കരിക്കുന്ന ആളെ കണ്ടോ? ദിവസങ്ങൾക്ക് മുമ്പ് അറുക്കപ്പെട്ട ഈ ചീഞ്ഞഴിഞ്ഞ ഒട്ടകത്തിൻ്റെ കുടൽമാല ഈ ആള് തൻ്റെ നെറ്റി മണ്ണിൽ വെക്കുമ്പോൾ അയാളുടെ പിരടിയിലേക്ക് വലിച്ചിടാൻ ഈ കൂട്ടത്തിൽ ആരാ ഉള്ളത്? ഒരാളും എണീറ്റില്ല. അപ്പോൾ ഉഖബത്ത് ലഅനത്തുല്ലാഹി അലൈഹി എണീറ്റു. എന്നിട്ട് റസൂലുള്ള സുജൂദിലേക്ക് പോയപ്പോൾ ഇത് മുഴുവനും റസൂലുള്ളാൻ്റെ കഴുത്തിലേക്ക് ഇട്ടു. ഒരഭിപ്രായത്തിൽ 7 ദിവസം മുമ്പ് അറുക്കപ്പെട്ട വെയിൽ കൊണ്ട് വൃത്തികേടായ ഒരൊട്ടകത്തിൻ്റെ കുടൽമാല ഒന്നടങ്കം തല ഉയർത്താൻ പറ്റാത്ത കോലത്തിൽ റസൂലുള്ളാൻ്റെ ചുമലുകൾക്കിടയിലിട്ടു. റസൂലുള്ള സുജൂദിൽ തന്നെ കിടന്നു. അപ്പോൾ അവർ ചിരിക്കാൻ തുടങ്ങി. ചിരിച്ച് ചിരിച്ച് ഇടത്തോട്ടും വലത്തോട്ടും ആടി ചിരിച്ചു. അങ്ങനെ ഈ കൂട്ടത്തിൽപ്പെടാത്ത ഒരാൾ ഇത് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ ഓടിപ്പോയി ഫാത്തിമ ബീവിയോട് പറഞ്ഞു. അപ്പോൾ ഫാത്തിമ ബീവി ചെറിയ കുട്ടിയാണ്. ഇത് കേട്ടിട്ട് റസൂലുള്ളാൻ്റെ അടുത്തേക്ക് ഓടി വന്നു. റസൂലുള്ള അപ്പോഴും സുജൂദിലാണ്. ഈ ചെറിയ കുട്ടിയായ ഫാത്തിമ ബീവി കുടൽമാലയിൽ നിന്ന് കുറച്ചായി എടുത്തു മാറ്റിയിട്ടു. പിന്നെ ഈ കുട്ടി ഖുറൈശി പ്രമുഖരുടെ മുന്നിലേക്ക് പോയിട്ട് അവരെ ആക്ഷേപിക്കാൻ തുടങ്ങി. റസൂലുള്ള സലാം വീട്ടിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ, ഖുറൈശിൻ്റെ കാര്യം ഇനി നീ നോക്കണേ എന്ന്. അങ്ങനെ 3 തവണ പറഞ്ഞു, അബൂജഹലിൻ്റെ കാര്യം നീ നോക്കണേ അല്ലാ. പിന്നെ ഓരോരുത്തരുടെയും പേര് എടുത്തു പറഞ്ഞ് ദുആ ചെയ്തു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ദുആ കേട്ട് പേടിച്ചിട്ട് അവർ പിരിഞ്ഞുപോയി. വല്ലാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പേരെടുത്തു പറഞ്ഞവരൊക്കെ ബദ്റിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ അവരെ ബദ്റിലെ ഖലീബ് എന്ന ഹൈലിൻ്റെയും നിഫാസിൻ്റെയും അവശിഷ്ടങ്ങളിടുന്ന പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെട്ടു എന്ന്. കണ്ടോ, റസൂലുള്ളാനെ പ്രയാസപ്പെടുത്തിയവരെ അള്ളാഹു വെറുതെ വിട്ടിട്ടില്ല.